തഗ്ഗൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുൻപ് മീനില്ലാത്ത മീൻകറി, ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറിയും വച്ചിട്ടുണ്ട്. നമുക്കിന്ന് ഇഞ്ചിയില്ലാത്തൊരു ഇഞ്ചിക്കറി വയ്ക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ടൊമാറ്റോ, വെളുത്തുള്ളി, കരിവേപ്പില, എരിവില്ലാത്ത മുളക് പൊടി, ഇഞ്ചി പേസ്റ്റാണ്, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, ഉണക്കമുളക്. ഇനി ലാസ്റ്റ് ഒരു വസ്തു ചേർക്കാനുണ്ട്, അത് അന്നേരം പറയാം. തക്കാളി നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, വഴറ്റാനുള്ളതാണ്. തക്കാളി ഈ രൂപത്തിൽ അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഞാൻ രണ്ടായിട്ടും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ അരിയണമെന്നില്ല. ഇപ്പോൾ നമ്മൾ തക്കാളി, ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് തയ്യാറാക്കാം. നമ്മളിപ്പോൾ സ്റ്റൗ കത്തിച്ചു, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായി. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇത്തിരി അധികം ഒഴിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ടൊമാറ്റോയും വഴറ്റിയെടുക്കാനുള്ളതാണ്. നമ്മൾ ഈ വെളുത്തുള്ളി ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ ചെറിയ തീയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരുപാട് ചുമക്കണ്ട, നന്നായിട്ട് വെന്ത് വന്നാൽ മതി. ഇത് പകുതി മൂത്ത് വന്നു. അപ്പോൾ ഞാൻ ഈ കരിവേപ്പില ഇതിലേക്ക് ഇടാം. കരിവേപ്പില ഒരു ബൗൾ കരിവേപ്പില ഉണ്ട്. ഇപ്പം നമ്മുടെ കരിവേപ്പിലയും വെളുത്തുള്ളിയും മൂത്ത് വന്നു. ഈ രൂപത്തിലായി. അപ്പോൾ നമ്മൾ ഈ തക്കാളി ഇതിലേക്ക് ഇടാം. നമ്മൾ ഈ ടൊമാറ്റോ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ നമ്മളിത് വഴറ്റിയെടുക്കുകയാണ്. ഇത് അധികം വഴറ്റണം എന്നില്ല, നന്നായിട്ട് വെന്താൽ മതി, വാടി കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർക്കുക. ഇപ്പം നമ്മൾ ഒരു 1/4 സ്പൂൺ എന്ന് പറയാം മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി കേട്ടോ. 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ ചേർക്കാം. ടൊമാറ്റോയുടെ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം.
ഇത്രയും മതി. ഇപ്പം നമ്മളിനി സ്റ്റൗ ഓഫാക്കുക. ഇപ്പം നമ്മുടെ ടൊമാറ്റോയും വെളുത്തുള്ളി എല്ലാ ചേരുവകളും വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കില്ല, ചെറുതായിട്ടൊന്ന് അരയ്ക്കും, അത്രേ ഉള്ളൂ. നന്നായിട്ട് അരയ്ക്കില്ല, നന്നായിട്ട് അരയ്ക്കരുത്. ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. നമ്മൾ ഇഞ്ചിക്കറിക്ക് എങ്ങനെ അരിയോ ആ പാകത്തിന് നമ്മളിത് അരച്ചെടുക്കും. നമ്മൾ ഈ പാകത്തിന് ഇത് അരച്ചെടുത്തു. അത് ചെറുതായിട്ട് ഇഞ്ചി കൊത്തി അരിഞ്ഞ് നമ്മൾ ഇഞ്ചിക്കറിക്ക് വറക്കാനെടുക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ വറുത്തെടുത്ത പോലെ കേട്ടോ. ബാക്കി ഞാനിപ്പോൾ കാണിക്കാമേ. നമ്മൾ ഇഞ്ചിക്കറി തയ്യാറാക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കടുക് പൊട്ടാൻ മാത്രമുള്ള എണ്ണ ഒഴിക്കുക. എത്ര കുറച്ചൊഴിക്കുക അത്രയും. ഒരുവിധം നന്നായിട്ട് കടുകിടുക. അതിനകത്ത് രണ്ടോ മൂന്നോ വറ്റൽമുളക് മുറിച്ചിട്ടു. സ്റ്റൗ ഓഫാക്കുക, കാരണം ചീനച്ചട്ടിക്ക് ഭയങ്കര ചൂടാണ്. നമ്മൾ അരച്ചു വെച്ച ടൊമാറ്റോ ഇതിലേക്ക് ഒഴിക്കുക. നമുക്ക് ജാറ് കഴുകി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കാം. ഇത് തിളപ്പിച്ച വെള്ളമാണ്, തിളപ്പിച്ച ആറ്റിയ വെള്ളം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയില്ലാത്ത ഇഞ്ചിക്കറി റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു വസ്തു ചേർക്കാം കേട്ടോ. ഫൈനലാണത്. ഞാനിതിൻ്റെ ചെറിയ തീയിലിടുക, സിമ്മിലിടുക. ഇട്ടു. കസൂരിമേത്തി ഞാൻ ഇതിനകത്ത് 1 സ്പൂൺ പൊടിച്ച് ചേർക്കുക. പേര് കെട്ടുമ്പോൾ നമുക്ക് വലിയ സംഭവമാണെന്ന് തോന്നും. ഉലുവയുടെ ഇല ഉണങ്ങിയതാണിത്. കയ്യിലിട്ട് നമ്മൾ പൊടിച്ച് ചേർക്കുക. രണ്ട് മിനിറ്റ് ചെറിയ തീയിലിട്ട് അടച്ചു വയ്ക്കാം. നമുക്ക് അടച്ചു തിളപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി കറക്റ്റായിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ചീനച്ചട്ടിയിലിരുന്ന് വെള്ളം വറ്റും, ഓഫാക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് ഉപ്പും പുളിയും എല്ലാം മതിയോന്ന് നോക്കാൻ അവസരമുണ്ട്. പക്ഷേ സാധാരണ പുളി കുറഞ്ഞ ടൊമാറ്റോയാണെങ്കിൽ പുളിയുടെ ആവശ്യം വരുള്ളൂ.
അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു പുളിങ്കുരുവിൻ്റെ അത്രയും പുളി പിഴിഞ്ഞൊഴിക്കാം, അത്രയും മതിയോ? ഇതിപ്പോൾ ഞാൻ ചേർക്കണില്ല, കാരണം ഇത് പുളിയുള്ള ടൊമാറ്റോ ആയിരുന്നു, അത് കാരണം ചേർക്കണില്ല. ഇതാണ് നമ്മുടെ ഇഞ്ചിക്കറി. നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നണില്ല ഇഞ്ചിക്കറിയുടെ പോലെ തന്നെ അരിഞ്ഞ പോലെയില്ലേ, ചെറുതായിട്ട് അരിഞ്ഞത്. ഇപ്പോൾ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയില്ലാത്ത ഇഞ്ചിക്കറി റെഡിയായി. ഇതാണ് ഇഞ്ചിക്കറി, കറക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഇഞ്ചിക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.